ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പമുണ്ട്, തുടരുന്നുണ്ട്. അനന്തൻ, ചടങ്ങുകൾ ആരംഭിച്ചോ? നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന വേദി അല്പസമയത്തിനകം പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കും. മുഖ്യമന്ത്രി ഉദ്ഘാടകനാണ്. മുഖ്യമന്ത്രിയും ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളും ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ വേദിക്ക് പിന്നിലുള്ള VIP ലോഞ്ചിൽ വിശ്രമിക്കുകയാണ്. ഇവിടെ കുറച്ച് സംവിധാനങ്ങൾ കൂടി ക്രമീകരിച്ച ശേഷം അവർ പ്രധാന വേദിയിലേക്ക് വരും. കൃത്യസമയത്ത് തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നീട് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന ചടങ്ങാണ്. അതിനുശേഷം ഒരു കീർത്തനമുണ്ടാകും. ആ കീർത്തനത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗമല്ലേ ഇത് എടുത്തു പറയേണ്ടത്. കാര്യം എല്ലാ തലങ്ങളിലും കലാപരമായി, സാഹിത്യപരമായി, ആരോഗ്യരംഗത്ത് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഇതൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നടൻ അനൂപ്, അതുപോലെ തന്നെ ഭീമൻ രഘു, സീരിയൽ രംഗത്തെ നടന്മാർ, നടീനടന്മാർ, അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള രംഗത്തെ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ MLA മായിട്ടുള്ള പത്മകുമാർ അടക്കം, മുൻ ദേവസ്വം ബോർഡ് അംഗം രവി അടക്കമുള്ള ആൾക്കാർ, അതെ, മുൻ മേൽശാന്തിമാർ മാത്രമല്ല പ്രധാനപ്പെട്ട ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർ, ഇപ്പം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, അതുപോലെ തന്നെ അച്ചൻകോവിൽ, അരിങ്കാവ്, കുളത്തൂപ്പുഴ അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് തന്നെ മേൽശാന്തിമാരെ, അവിടുത്തെ ഭാരവാഹികളൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട്. കാര്യം അതുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ദർശന സമയം എന്ന് പറയുന്നതും ഈ മണ്ഡലകാലമാണ്. കാരണം ശബരിമല ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട തീർത്ഥാടന സമയം മണ്ഡലകാലമാണ്. അതേ സമയത്ത് തന്നെയാണ് പുറത്തുനിന്നുള്ള ഭക്തരും കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തരും ഈ സന്നിധാനത്തേക്ക് വരുന്നത്. ആ വരുന്ന വഴിയിൽ ദർശനം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ അതിന് ഉതകുന്ന സജ്ജീകരണങ്ങൾ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ അയ്യപ്പ സംഗമത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. കാര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തന്മാരാണെങ്കിൽ നേരെ എരുമേലിയിൽ വരുന്നുണ്ട്, കുമളിയിൽ വരുന്നുണ്ട്, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. നേരെ അവർ വരുന്നത് ചിലപ്പോൾ കൊട്ടാരക്കരയിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ എരുമേലി ക്ഷേത്രത്തിലേക്കായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള എല്ലാവരെയും കൂടി ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ ചർച്ചകൾ പൂർത്തിയാകുകയുള്ളൂ. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ വലിയ ഒരു പദ്ധതിക്ക്, അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും കാത്തിരിക്കുന്നു. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ കൂടി ഈ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ജനപ്രതിനിധികളും അവിടെ നിന്നുള്ള ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും ഉപദേശക സമിതി അംഗങ്ങളും ഒക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കാരണം ആ വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൗഡ് മാനേജ്മെന്റുമായി, മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞാൽ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ഈ ശബരിമലയുടെ കോർഡിനേറ്റർ കൂടിയായ ADGP S. ശ്രീജിത്ത് ഒരു പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട്. അത് അടുത്ത 10 വർഷത്തേക്ക് പുതിയ തലമുറ ടെക്നോളജി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ വേണം എന്നുള്ള അവരുടെ പോളിസിയാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് അദ്ദേഹമായിരുന്നു ശബരിമല കോർഡിനേറ്റർ. കഴിഞ്ഞ വർഷം യാതൊരു തരത്തിലും ഭക്തർ വിഷമിച്ചു പോകുന്ന, ദർശനമില്ലാതെ വിഷമിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അന്നേരം അതിനെ ചൂടുപിടിച്ചുകൊണ്ടുള്ള ഒരു 10 വർഷത്തേക്കുള്ള ഒരു പദ്ധതി ആയിരിക്കും അദ്ദേഹം തയ്യാറാക്കുക. അത് മാത്രമല്ല, കാര്യം ഏറ്റവും കൂടുതൽ ഹൃദയാഘാതമുണ്ടായി മരണമുണ്ടാകുന്നത് ശബരിമല സീസണിലാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ B. പത്മകുമാർ. അദ്ദേഹം ഒരു പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ക്രൗഡിനെ മാനേജ് ചെയ്യുക, ഒപ്പം തന്നെ അയ്യപ്പന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കുക, സുഖദർശനം ഉറപ്പാക്കുക. പ്രത്യേകിച്ച് ഈ ക്രൗഡ് മാനേജ്മെന്റ് ഈ മകരവിളക്ക് ദിവസവും പ്രധാനമാണ്. കാരണം മകരവിളക്ക് കാണാൻ വേണ്ടി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ, അത് ദർശനമാകുന്ന കേന്ദ്രങ്ങളിലൊക്കെ അയ്യപ്പന്മാർ ഒത്തുകൂടാറുണ്ട്. ഒരിക്കൽ സഭയിൽ പുരോഗമിക്കുകയാണ്. ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. നമ്മുടെ പ്രതിനിധികൾ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി അവിടെ തന്നെയുണ്ട്.